വിദ്യാഭ്യാസ രംഗത്ത് 35 വർഷത്തെ പാരമ്പര്യവുമായി JP കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ശീതവനമൊരുക്കി കുളത്തൂപ്പുഴയിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി. ശീതവനം എന്ന പേരിൽ സ്വാഭാവിക വനം നട്ടുപിടിപ്പിച്ച് അതിജീവനത്തിന്റെ 1000 പച്ചത്തുരുത്ത് പദ്ധതിക്ക് കുളത്തൂപ്പുഴയിൽ തുടക്കമായി. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം തരിശുകിടന്ന കുളത്തൂപ്പുഴ പോസ്റ്റ് ഓഫീസിന്റെ ഉടമസ്ഥതയിലെ ഭൂമിയിൽ മന്ത്രി K. രാജു നിർവഹിച്ചു. ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഹരിത മിഷന്റെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ നടന്നു വരികയാണ്. ഹരിത മിഷൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. ഹരിത മിഷൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മുടെ മാലിന്യ വിമുക്തമായ കേരളം എന്നുള്ള മുദ്രാവാക്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നദികൾ, തോടുകൾ അവയെല്ലാം തന്നെ വൃത്തിയാക്കുന്ന പദ്ധതിയെല്ലാം ഹരിത കേരള മിഷൻ്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തി പ്രവർത്തിച്ചു വരുന്നതാണ്. അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തരിശായി കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ കണ്ടെത്തി അത് ഏറ്റെടുത്ത് അവിടെ ചെറിയ പച്ച തുരുത്തുകൾ, അതായത് വനത്തിന് വെളിയിലും നമ്മൾ ഒരു കൃത്രിമ വനമുണ്ടാക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം, പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി തദ്ദേശീയമായ വൃക്ഷങ്ങളും മറ്റു വിവിധയിനം സസ്യങ്ങളും ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ വളർത്തിയെടുത്ത് പരിപാലിക്കുന്ന സ്വാഭാവിക വനമാതൃകകളാണ് പച്ചത്തുരുത്തുകളെന്ന് ഉദ്ഘാടന വേളയിൽ മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോ പരിസരം, പട്ടികവർഗ നെയ്ത്തു സഹകരണ സംഘം തുടങ്ങി വിവിധ സർക്കാർ ഓഫീസിലെ തരിശിടങ്ങളിലാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. വൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ച് അത് നിതാന്തമായി അതിനെ പരിപോഷിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൃഷി യോഗ്യമാക്കുകയും പല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് അത് നാടിന് സമർപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഹരിത കേരളം മിഷൻ ഏറ്റെടുത്ത ആ പരിപാടി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ തരിശുരഹിതമായ ഭൂമി, 1 പോസ്റ്റ് ഓഫീസിൻ്റെ ഈ പുരയിടം, 2 KSRTC സ്റ്റാൻഡിൽ ഉള്ള പുരയിടം, 3 കൈത്തറി, നമ്മുടെ 16 ഏക്കറിലെ കൈത്തറി, ഈ 3 തരിശുരഹിതമായ പുരയിടത്തിലും ഇതുപോലെയുള്ള കൃഷിക്ക് വേണ്ടി തട്ട് തിരിച്ച് ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിച്ച് അതിനെ കിളിപ്പിക്കുന്ന തരത്തിൽ എന്നും വെള്ളമൊഴിച്ച് ദിവസവും തൊഴിലുറപ്പ് തൊഴിലാളികൾ വന്ന് പരിപോഷിച്ചുകൊണ്ട് മുമ്പോട്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയാണ്. അത് ഹരിത കേരളം മിഷൻ്റെ കോർഡിനേറ്റർ അടക്കമുള്ള അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇത് കണ്ടു പരിശോധിച്ചതിന് ശേഷമാണ് കേരളത്തിൽ ഇന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രവീന്ദ്രൻ പിള്ള, പഞ്ചായത്ത് അംഗങ്ങളായ റെജി ഉമ്മൻ, ശ്രീലത, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിലാൽ, ഹരിത കേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സ്മിത വി നായർ, തൊഴിലുറപ്പ് AE സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വിദ്യാഭ്യാസ രംഗത്ത് 35 വർഷത്തെ പാരമ്പര്യവുമായി JP കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. യൂണിവേഴ്സിറ്റി തലത്തിൽ നിരവധി റാങ്ക് ജേതാക്കളെ വാർത്തെടുത്ത തമിഴ്നാട്ടിലെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജ്. ക്ലാസുകൾ: കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. മലയാളികളടക്കം 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷനിലൂടെ ഉന്നത ജോലി നേടിക്കൊടുത്ത JP കോളേജിൽ അഡ്മിഷൻ ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെടുക. JP കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തെങ്കാശി നിയർ പുനലൂർ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.